നമ്മൾ മൊമ്മാലിക്കയുടെ വീട്ടിലാണുള്ളത്. ഇവിടെ മുറ്റത്ത് ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഓരോ പ്ലാന്റ്സിൽ നോക്കാം, ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഡ്രമ്മ് കട്ട് ചെയ്തിട്ട് പകുതി ഭാഗമാക്കി എടുത്തിട്ടാണ് അതിൽ ഈ മാവും തൈകളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്ഥലമില്ലാത്തവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഐഡിയ തന്നെയാണ് ഈ ഒരു ഡ്രമ്മിലൊക്കെ പ്ലാന്റ്സ് വെക്കുക എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടെ നോക്കിയാൽ ഓൾ സീസൺ തായ്ലൻഡ്, അതോ ജംബോ റെഡ് അല്ലേ? അത് കഴിച്ചിരുന്നോ തവണ? കഴിച്ചില്ല. ഇതിലിതാ ഫ്ലവറിങ് ആയിട്ടുണ്ട്. അതുപോലെ ചെറിയ കുഞ്ഞി കണ്ണി മാങ്ങയൊക്കെ ഉണ്ട്. താഴെ മാങ്ങുണ്ട്, ഇതാ കണ്ണുണ്ടോ? മൊമ്മാലിക്കയുടെ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊളത്തൂര് PK കൊളമ്പിലാണ്. ഇദ്ദേഹത്തിന്റെ ഫ്രീ ടൈം മുഴുവനായിട്ടും ഇദ്ദേഹം ഇതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സും പച്ചക്കറി തൈകളും ഒക്കെ വെച്ച് പരിപാലിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന്റെ ഇടയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വൈറ്റ് ഞാവല്, ഇപ്പോൾ വൈറ്റ് ഞാവൽ നമ്മൾ കായ്ച്ചത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പല വീഡിയോയിലും ഇത് വൈറ്റ് ഞാവലിന്റെ മരങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഞാവൽ കായ്ച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അത് കൊത്തിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാം. ഇപ്പോൾ മഴ പെയ്തതിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, വെള്ളം ഇറങ്ങിയിട്ടുള്ള. എന്നാലും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ്. പാവത്തോണ്ട് ശവം ചവപ്പാണെങ്കിലും അതാണ്, പിന്നെ ഫ്രഷ് ആണ്. നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. ഇതടിച്ചിട്ടാ പോയത്, അതൊന്നും പറഞ്ഞോളൂ. ബോറോൺ അടിച്ചതിന് ശേഷം ബോറോണും പിന്നെ എന്താണ് സൾഫേറ്റ്, പൊട്ടാഷ്യം സൾഫേറ്റ് താഴെ കൊടുക്കുക ചെയ്ത് താഴെ കൊടുത്തു, അടിച്ചു കൊടുത്തു. അപ്പൊ ക്വാണ്ടിറ്റി കംപ്ലീറ്റ് അങ്ങോട്ട് പോയി. അളവ് കൂടിയതാണോ വിഷയം? പക്ഷെ അത് വേണ്ടെന്നാ പറഞ്ഞത്, അതിന്റെ ആവശ്യമില്ല അല്ലേ? പ്രത്യേകിച്ച് ഒരു കെയറിന്റെ ആവശ്യമില്ല. നല്ല കൊഴിച്ചിലുണ്ടായി. കാലം കാലം തെറ്റിയ മഴയാണ്. കാലം തെറ്റിയ മഴ വന്നു കഴിഞ്ഞാൽ മഴക്കാലം അതൊക്കെ. ഇത് വെള്ള മൂവാണ്ടനാണ്. നോക്കുക, അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് മാങ്ങുണ്ട്. ഇങ്ങനെ നല്ല വലിപ്പമുള്ളതാണ്. അത് ഞാൻ നിനക്ക് തന്നിരുന്നത് മുള്ളില്ലാത്ത, മനസ്സിലായോ? ഇത് മുള്ളില്ലാത്ത, ഇത് മുള്ളില്ലാത്ത പൈനാപ്പിൾ ആണ്. കണ്ടോ, ഈ ലീഫിലൊന്നും ഒരു നല്ല സുഖമായിട്ട് സ്മൂത്തായിട്ട് കഴിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടാവില്ലേ, കുറച്ചിനേക്കാളും വലുതാവില്ല, രണ്ടെണ്ണം കഴിക്കുന്നു. ഇത് എടുത്തോളൂ. ഈ തെങ്ങിനെ ഇതുണ്ട്, മാങ്കോസ്റ്റിയുണ്ട്. മാങ്കോസ്റ്റിന് 2 തയ്യാറ. ഇത് ബറാബ. അത് കുറെ കാഴ്ചയിരുന്നു. സബ്സ്ക്രിപ്ഷൻ പുളിമധുരം നല്ല മഴ. ഇപ്പോൾ പുളിയായിരിക്കും, പുളിയുണ്ട്, പുളിമധുരം. പക്ഷെ അത് കുറച്ചും കൂടെ ആവണം. ചെറിയ പുളിയും മധുരമൊക്കെ ഉള്ള ഒരു ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് അതാണ് മാംഗോസ്റ്റ്. അടുത്ത കൊല്ലം കായ്ക്കുന്നുള്ള പ്രതീക്ഷയില്ല. ഇല്ല, ഇതൊക്കെ 2 കൊല്ലം 2 വർഷം 2 വർഷമായില്ലേ, 1.5 വർഷമായിട്ടുള്ളൂ. ഈ അമ്പായത്തിൻ്റെ മണിയൊന്നും ജസ്റ്റ് കൂട്ടില്ല, 260 ദിവസം കായ്ക്കുന്നത്. ഇക്കുറി നല്ല കായ്ക്കും. ഞാൻ നമ്മൾ ഗർഭിണിയായ പെണ്ണുങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ തിന്നാം. അവിടെ ഉണ്ടാ കാഴ്ച ഇപ്പോഴും കായ്ക്കും. ഇങ്ങനെ കായ്ക്കും. നിറച്ച് കൂട്ടിട്ട്. ഇത് മധുരം പഴങ്ങയാണ്, കാഴ്ച വരുന്നുണ്ട്. നല്ല എപ്പോഴും കായുണ്ടാവും, അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. ഓരോ തൂമ്പ് വരുമ്പോഴും അതില് പൂവായിട്ടാണ് ഇത് വരിക. നിറഞ്ഞ കൊലകുത്തി കായ്ക്കും ചെയ്യും. പഴുത്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു മാങ്ങ പോലെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ചെറിയൊരു സീഡ് ഉണ്ടാവുള്ളൂ. പിന്നെ ചമ്മന്തി അരക്കാനൊക്കെ നല്ല ബെസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ച പുളിങ്ങ ഉണ്ടല്ലോ, അതായിട്ടൊക്കെ ചമ്മന്തി അരച്ചൊരു ഫീലിംഗ് ആണ്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഏതാ വെറൈറ്റി?
ഡ്രാഗൺ ഫ്രൂട്ട് കംപ്ലീറ്റ് റെഡ്. റെഡ് ഫുള്ള് ഉള്ളിൽ റെഡ്. ഉള്ളിൽ റെഡ്, പുറം റെഡ്, ഉള്ളിൽ റെഡ്. ഇൻഷാല്ലാ ഒരു വർഷം കൂടി ആയി കഴിഞ്ഞാൽ ശരിക്കും നോക്കും. ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ അടുത്ത് ഒരു 3 മാസമായിട്ടുള്ളൂ വെച്ചിട്ട്. 3 മാസം കംപ്ലീറ്റ് അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഈ കാല് ഫിക്സ്ഡ് റെഡിമെയ്ഡ് വാങ്ങിക്കേ. അതിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങി. ഇപ്പോൾ അടുത്താണ് ഇപ്പോൾ ടയറൊക്കെ വെച്ചത്. കയറി കഴിഞ്ഞു ചിലതൊക്കെ ഉണ്ട് എത്തിക്കും. വഴുതന നീളം വഴുതനയാണല്ലേ. ഇതൊക്കെ കിയാറ്, അങ്ങനെ കിയാറ് നമ്മുടെ കുക്കമ്പറില്ലേ അതാണിത്. ഇത് മുള്ള്, ഇതിന് മുള്ളുള്ള ടൈപ്പ്, മുള്ളുള്ള ഒരു ടൈപ്പ് കേട്ടോ. അപ്പൊ ഇതിന്റെ തൊലി ചെത്തിട്ട് കഴിക്കേണ്ടി വരും അല്ലേ? അങ്ങനെ കടിച്ചില്ല. അത് വേണമെങ്കിൽ പൊട്ടിച്ച് ടേസ്റ്റ് നോക്ക്. അങ്ങനെ പൊട്ടിക്ക്. നന്നായിട്ട് മഴയൊക്കെ പെയ്ത് ഫ്രഷ് ആയതാണോ നീ കഴുകണില്ല കേട്ടോ. കഴിച്ചോണോ ക്യാമറമാനോന്? ഒരു വീട്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മമാലിക്കാന്റെ തോട്ടത്തില് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാന് പച്ചക്കറി അൽഹംദുലില്ലാ പുറത്ത് വാങ്ങിക്കാറില്ല. പപ്പായ റെഡ് ലേഡി പപ്പായ ആയി വരുന്നു. റെഡ് ലേഡി പപ്പായ പഴുത്തിട്ട് മമാലിക്ക നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് പഴുത്ത് കഴിച്ചു നമ്മള്. നന്നായിരുന്നു. ഇതാണ് അന്ന് ഈ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ കാഴ്ചയിൽ ഇങ്ങോട്ട് നോക്കിയാൽ നിറച്ച് ഈ പൂ കരിഞ്ഞു പോകും. ഇതൊക്കെ ആൺപൂവാണ്. ഇതിലൊറ്റ പെൺപൂവാ പിടിച്ചത്. ഇതിന്റെ പേര് ചെമ്പാട്. അതെങ്ങനെ മനസ്സിലായി ആണാണെന്നുള്ള കരിഞ്ഞു പോകും. കുറച്ച് കരിഞ്ഞു പോവാണെങ്കിൽ പെണ്ണുങ്ങളാണ് നല്ലതാണ്. അല്ല പെൺപൂവേ വിരിയുള്ളല്ല, പെണ്ണിന് മാത്രമല്ല അത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ചെമ്പടാക്കാണ്. ഇത് പഴുത്തിട്ട് നമുക്കൊന്ന് പറിച്ചു നോക്കാൻ വരണം കേട്ടോ. ഇത് പറിക്കുമ്പോ എന്നെ വിളിക്കണേ. ഭയങ്കര രസം. നമ്മളിത് വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് ആ പറിക്കണ സ്റ്റൈല്. നല്ല രസം. ഇതിപ്പോ ഇത് പറഞ്ഞാലേ ഇത് നമ്മളെ എന്താ പറയാ ടേസ്റ്റിയാണ്. നമ്മുടെ അതിനച്ചക്കല്ലേ അതിനച്ചക്ക അതല്ല, അതിനേക്കാളും നല്ല ഉരുണ്ട ചുളയായിരിക്കും. അതെ, തൊലി ഇങ്ങനെ അതിന്റെ ഉള്ളിലെ തണ്ടില് ഫുള്ളായിട്ട് ചക്ക നിൽക്കും. അടുത്ത പ്രാവശ്യം നോക്കി വന്നോളൂ. ഇതേ സീസണിൽ നമ്മുടെ കുറെ ഉണ്ടാവുണ്ട്. അപ്പൊ വന്നോളൂ തന്നെ. ഇത് മലിക്കൊക്കെ ഒറ്റക്കുള്ളാണ്. അല്ല നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഒരു ചോള തരും ഉണ്ടെങ്കിൽ എത്രത്തോളം. ഒരു 4 കിലോ. ഇത് കൊടുമ്പുളി അല്ലേ? കൊടുമ്പുളി, അത് കൊടുമ്പുളി. പിന്നെ നമ്മളെ ഇതില്ലേ എന്താണ് പറയാ മുള്ളച്ചക്ക ഇതാ അത് പൂവിട്ട് കൊണ്ടുവന്ന് അടുത്ത പ്രാവശ്യം കായ്ക്കുന്ന പ്രതീക്ഷയിലാണ്. ഇത് സാധാ സംഭവം തന്നെയല്ലേ? പക്ഷേ പല വീടുകളിലുണ്ടാവും. പക്ഷെ കുറച്ചുകൂടി വെറൈറ്റി നല്ല വലുപ്പമുള്ളതാണ്. ഈ നമ്മുടെ അയൽവാസി തന്നതാണ്. ഇതൊരു പഴം തന്നത് ഈ വലുപ്പമായിരുന്നു പഴം. ഈ പഴം തന്നതിന് കൂടി തയ്യും തന്നു. മല്ലിക എന്നുള്ള രീതിയിലാണ് ഞാനിത് കാണുന്നത്. അല്ലെങ്കിൽ വലിയ മാങ്ങയാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അപ്പം പക്ഷെ ഇതിലും കൂടുതലുണ്ടായിരുന്നു. വലിയ മാങ്ങയായിരുന്നു. പഴുത്തതില് പഴുത്ത് 2 മാങ്ങ ഇതാ. 2 മാങ്ങ ഇതില് 2 മാങ്ങ ഒരേ ഇതിൽ ഞെട്ടിയിരുന്നു. മൂന്നാമത്തെ മാങ്ങ അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ മല്ലിക മാവാണെന്ന് തോന്നുന്നേ. അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ കണ്ണിമാങ്ങകള്. എന്താ പറയാ ഇപ്പൊ ഈ ലിച്ചി ഉണ്ടായിരുന്നു ഇവിടെ. അത് വെട്ടി കൊടുത്തോണ്ടാണ് ഇപ്പൊ ഇത് കഴിക്കാൻ തന്നെ പറഞ്ഞത്. ഇനി ആ പേരെടുത്തോ. ഇവിടെയൊക്കെ കണ്ണിമാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെ 2.5 വർഷമായിട്ടുള്ളൂ. നല്ല രസമല്ലേ മുറ്റത്ത് ഇങ്ങനെ മാങ്ങയൊക്കെ കാഴ്ച ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ. മാങ്ങയാണ് ശരിക്ക്. മാങ്ങ റംബുട്ടാൻ കാഴ്ച കഴിച്ചു മനസ്സിലായത്. കാഴ്ച വരുന്നത് ഇതെവിടെയൊക്കെ ഉണ്ട്. ഇങ്ങനെ കാഴ്ചക്കുണ്ട്. ഇതൊരു 8-10 ഞങ്ങൾ കാഴ്ച കിട്ടിയ. ഇതിപ്പോ 4 മാസം 5 മാസത്തെ ആയിട്ടുള്ളൂ ഞാൻ തൈ കൊടുന്ന് വെച്ചിട്ട്. മനസ്സിലായി നിറച്ചതാ പൂവിട്ടിരിക്കുന്നു. ഏതാണ്ട് ഒരു സൈസ് ഉണ്ട്.
വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കായ ഉണ്ടായിരുന്നു, പറിച്ചു കഴിഞ്ഞാണ്. അങ്ങനെയാണ് വിളിക്കല് അല്ല. ഇത് നോക്ക് മധുരം ഉണ്ടോന്ന് ട്ടാ. എന്നാലും നമുക്ക് ഈ ടൈപ്പ് ഉണ്ട് ഇത് തിന്ന. മധുരണ്ടോ? നല്ല ഇങ്ങോട്ട് നോക്കിട്ട് പറയേ. സൂപ്പറാ. നമുക്ക് അന്ന് ഈ കൊട്ടക്കേറ്റ് കൊട്ടയില് പറിക്കാൻ വന്നാമല്ലോ. ഇത് പിടിച്ച് ഞാൻ ഫോട്ടോ. വീഡിയോ കാണുന്നതിനിടയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫ്രൂട്ട് ഹണ്ടിങ് വീഡിയോസൊക്കെ കാണുന്നത് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ റംബുട്ടാന് വിളവെടുപ്പിന് വേണ്ടിയിട്ട് വന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് ഇത് പഴുത്തായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നിവിടെ വന്നിട്ട് ഇതിൽ പഴുത്തിട്ടുള്ളതൊക്കെ ഒന്ന് കുറച്ച് പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. മഴ സ്റ്റാർട്ടായപ്പോഴേക്കിന് കിണറ്റിൽ വെള്ളം ഫില്ലായിട്ടോ. ഇതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ഈ വീട്ടിൽ പെയ്യുന്ന മഴയുടെ ഒരംശം പോലും പുറത്ത് കളയാതെ കംപ്ലീറ്റ് പൈപ്പ് യൂസ് ചെയ്തിട്ട് കിണറ്റിലേക്കാണ് ഇറക്കിയിരിക്കുന്നത്. ഫിൽറ്റർ ചെയ്ത് ഇറക്കിയൊക്കെയാണ്. ഇതിൻ്റെ വിത്തിട്ട് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട്. പക്ഷെ ഇത് ഞാനിപ്പോൾ വിത്തിട്ട് ഇത് ലോക്കൽ വിത്താണ്. ഇനി ഹൈബ്രിഡ് വിത്ത് വേണം. പക്ഷെ അത് പ്രാവശ്യം ഉണ്ടാവും നല്ലതാണ്. വേറെ അതിൽ വിത്തെടുത്തിരിക്കുന്ന ഉണ്ടാക്കാൻ പറ്റില്ല. മതി ഷമ്മാമൊക്കെ ഉണ്ടാക്കാനുള്ള ഉദ്ദേശം. ഇത്രയും കുറേ ഏരിയ അങ്ങനെ ഇത് പീനട്ട് ബട്ടർ പ്ലാന്റ്. അത് വലിയൊരു എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ഇതിനെന്താ പറയാ, എന്ത് പേരാ? ബ്രൗൺ കളറിലല്ലേ, നല്ല ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10 കിട്ടിയ പക്ഷെ ഉള്ളിൽ ഒരു കുരു ഉണ്ട് എന്നാ മൈനസ് പോയിന്റ്. കുരു അങ്ങനെ പ്രശ്നം പല്ലിനുള്ളിലവിടെ കുടുങ്ങും. ഇത് ബുഷ് ഓറഞ്ച് ആണ്. അത് ചെറിയൊരു ബക്കറ്റിലാട്ടോ അത് വെച്ചിട്ടില്ല, പെയിന്റിന്റെ ബക്കറ്റിലെ.
നല്ല ടേസ്റ്റ് അല്ലേ? ഞാനൊരു വാക്സിൻ നോക്കുന്നത് പുറത്തേക്ക് മഞ്ഞ ഇതുപോലെ വരുമെന്ന് വിചാരിച്ചു. യെല്ലോ റെഡ് കളർ. അപ്പോൾ പുറത്ത് എന്ത് കളർ മാറ്റം വരിക? പുറത്ത് അതേപോലെ യെല്ലോ വരുന്നുണ്ടോ നോക്കിയത് ഞാൻ. അങ്ങനെയാണെങ്കിൽ ചൈനീസ് ഓറഞ്ച് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഓറഞ്ച് മധുരം കിട്ടൂല. വെറുതെ നമ്മുടെ നാട്ടിൽ കിട്ടൂല. അതിന് പറ്റിയൊരു ഇതല്ല നമ്മുടെ നാട്ടിൽ. ശരിക്കും ട്രോഫി അത് ഈ കൊടക് ആ ഭാഗങ്ങളിലൊക്കെ അടിച്ചാൽ റെഡ് കളറിലുള്ള വെണ്ട കേട്ടോ. കാണാം. മുളകൊക്കെ ഉണ്ട് ഇവിടെ. ചീന മുളക് അത് അല്ലേ? എന്തോ ഒരു